ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവി ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ മൂവിയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ഈ ഒരു ഫ്രാഞ്ചൈസിന് ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഒരു മൂവി റിലീസാവുന്നത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മൂവി റിലീസാവുന്ന 2010-ലോ 11-ലോ ഒന്നാണ് ഒരു മൂവി റിലീസാവുന്നത്. ആൻഡ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫ്രാഞ്ചൈസിൽ ആദ്യം ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു മൂവി ഇതാണ്. ആ ഒരു ടൈമിലൊന്നും ഇവിടെ തിയേറ്റർ റിലീസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ആൻഡ് ഈ ഒരു മൂവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്കങ്ങ് വർക്കായില്ല. ഒരു ഓക്കെ ഫീൽ ആയിരുന്നു ഈ ഒരു മൂവി. പേര് പോലെ തന്നെയാണ്, ഒരു ബ്ലഡ് ലൈൻ അല്ലെങ്കിൽ ഒരു ഫാമിലിയിനകത്തുള്ള ഒരുപാട് ആൾക്കാരാണ് മരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവി ഫ്രാഞ്ചൈസി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഈ ഒരു മൂവിയുടെ ബേസിക് സ്റ്റോറി എന്താണ്. അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, വേറൊന്നുമില്ല, എല്ലാവരും അങ്ങ് മരിക്കും. ആൻഡ് ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ ബ്ലഡ് ലൈൻ, ആ ഒരു ഫാമിലിയിനകത്തുള്ള കുറെ ആൾക്കാർ മരിക്കും. ആ മരണം എങ്ങനെയാണ് അതാണ് സിനിമ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവർ എങ്ങനെ മരിക്കും അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അടുത്ത് മരിക്കാവുന്ന ക്യാരക്ടർ ആരെന്ന് അറിയാം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാം, അല്ലെങ്കിൽ ഇതൊക്കെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് എല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ 1 to 5 വരെ നമ്മൾ കാണുമ്പോൾ കിട്ടിയ ഒരു ഡെപ്ത് ഈ ഒരു മൂവിയിൽ എനിക്ക് എവിടെയും കിട്ടിയില്ല. അതായത് എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്ന ഫൈനൽ ഡെസ്റ്റിനേഷൻ 1, 2 and 3 ആണ്. ബാക്കിയുള്ള 2 പാർട്സും കൊള്ളാം, ഇല്ലാന്നല്ല. പക്ഷെ ആ ഒരു ആദ്യത്തെ 3 പാർട്സ് എന്ന് പറയുന്ന വേറെ ലെവലായിരുന്നു. ആ ഒരു പാർട്സിന്റെ ഡെപ്തും അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്ങും ക്യാരക്ടേഴ്സും എല്ലാം അടിപൊളിയായിരുന്നു, ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. അടുത്ത് എന്ത് നടക്കാൻ പോകുന്നു നമുക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. കൊള്ളാവുന്ന കുറച്ച് സീക്വൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, സ്റ്റോറി ടെല്ലിംഗ് ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഈ ഫ്രാഞ്ചൈസിലെ എല്ലാ മൂവീസും സെയിം ആണ്, എന്താണെന്നുള്ള ബേസിക് കാര്യങ്ങൾ കണക്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത്. പക്ഷെ പ്രസന്റേഷനിലോട്ട് വരുമ്പോൾ ആ ഒരു ഡെപ്തോ അല്ലെങ്കിൽ എൻഗേജിങ് ഫാക്ടറോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത് എന്ത് നടക്കും നമുക്കൊരു ആകാംക്ഷ എവിടെയും തരുന്നില്ല. ആ ഒരു മൂഡ് ഇൻട്രൊഡക്ഷൻ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഒരുപാട് നേരത്തേക്ക് ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ, ആരും മരിക്കുന്നില്ല. ഞാനൊക്കെ ലൈക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ആരെങ്കിലും ഒന്ന് മരിക്കടാ, എന്താണ് ഇത് ഇങ്ങനെ സംസാരിച്ച് കുറെ നേരം ആയല്ലോ. കാര്യം നമുക്ക് കാര്യം മനസ്സിലായി, എന്താണ് കാര്യം കണക്ട് ആയിട്ടുണ്ട്. പിന്നീട് ഇത് കുറച്ചിങ്ങനെ ലാഗ് അടിച്ച് ആ ഒരു ക്യാരക്ടേഴ്സിന്റെ നരേഷൻ മാത്രമായിട്ടാണ് സിനിമ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. ഒരു പോയിന്റ് വരെ, ഒരു പോയിന്റ് കഴിയുമ്പോൾ ഓക്കെ ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷന്റെ ആ ഒരു വൈബ് കൊണ്ടുവരുന്നുണ്ട്, കുറെ ഡെപ്തും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ ക്യാരക്ടേഴ്സും ഞാൻ റെഡിയായി മരിക്കാൻ ഓക്കെയാണ്, ഇപ്പൊ സെറ്റാണ്, ടൈമാണ്, വാ മരിക്കാം എന്നുള്ള രീതിക്ക് ഇവരായിട്ട് അങ്ങോട്ട് കയറിപ്പോകും. അങ്ങനത്തെ രീതിയിലാണ് ഓരോ ക്യാരക്ടേഴ്സിന്റെ ഡെപ്ത് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞ കുറച്ച് സീക്വൻസിൽ ഒന്നെന്ന് പറയുന്ന ആ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ്, നൈസ് ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് ഈ ഒരു മൂവിയിൽ ഒരു ടാറ്റു ആർട്ടിസ്റ്റ് വരുന്നുണ്ട്, പുള്ളിക്കാരന്റെ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും ആ പുള്ളിക്കാരന്റെ കുറച്ച് സീക്വൻസ് ഒക്കെ നൈസ് ആയിരുന്നു. ആൻഡ് നമ്മൾ അധികം ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവീസിൽ കാണാത്തൊരു എലമെന്റ് അവർ ഈ ഒരു മൂവിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഡാർക്ക് കോമഡി. അതായത് സിറ്റുവേഷൻ ഭയങ്കര സീരിയസ് ആണ്, അതിന്റെ കൂടെ തന്നെ ഡാർക്ക് കോമഡി എന്ന ഒരു എലമെന്റും കൂടി ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ടോണി ടോഡ് എന്ന് പറയുന്ന ആക്ടർ ഉണ്ട്, പുള്ളിക്കാരന്റെ ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് പോലെ പുള്ളിക്കാരൻ ഒരു സീക്വൻസിൽ വന്നു പോകുന്നുണ്ട്. അത് നൈസ് ആയിരുന്നു. കാരണം പുള്ളിക്കാരൻ ഇപ്പൊ ഇല്ല, മരിച്ചുപോയി, കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു, ക്യാൻസർ ആയിരുന്നു. സോ ഈ ഒരു മൂവിയിൽ പുള്ളിക്കാരന്റെ ഒരു ലൈഫും എക്സ്പീരിയൻസും മൂവിയും അതിനൊക്കെ കുറച്ച് ഒരു ചെറിയൊരു ഇമോഷണൽ സീക്വൻസ് പോലെ പറഞ്ഞു പോകുന്നുണ്ട്. അത് നൈസ് ആയിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ മരിക്കാൻ മുമ്പ് അഭിനയിച്ചതാണ്, പക്ഷെ ആ സീക്വൻസ് വാസ് ലൈക്ക് വിത്ത് ഇമോഷണൽ. ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്കൊരു ഓക്കെ ഫീൽ ആയിരുന്നു. അല്ലാതെ ഒരു വേറെ ലെവലായിട്ടുള്ള ഒരു അടിപൊളി മൂവി അല്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫ്രാഞ്ചൈസിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് അത് ഞാൻ എടുത്ത് പറയും, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിങ്ങും അതിനെ കണക്ട് ചെയ്തതും ക്യാരക്ടേഴ്സും ആ ഇവന്റ്സും അതൊക്കെ നൈസ് ആയിരുന്നു. പക്ഷെ ആ ഒരു മൂവിയുടെ ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു എൻഗേജിംഗ് ഫാക്ടർ ഈ ഒരു മൂവി വളരെ കുറവായിരുന്നു. ഒരുപാട് വർഷത്തിന് ശേഷം ആ ഒരു ഫ്രാഞ്ചൈസി ഒരു മൂവി വരുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ട്രെയിലറും നൈസ് ആയിരുന്നു, പക്ഷെ എക്സ്പെക്ട് ചെയ്തതിന്റെ അത്രയ്ക്ക് ഈ ഒരു മൂവി എവിടെയും കൊണ്ട് എത്തിച്ചിട്ടില്ല. കാര്യങ്ങളൊക്കെ നൈസ് ആയിരുന്നു, പക്ഷെ ആ ഒരു വേ ഓഫ് എക്സിക്യൂഷനോ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം കണ്ടു വളർന്ന ആ ഒരു ഫ്രാഞ്ചൈസി മൂവീസ് പോലെ ഈ ഒരു മൂവി എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക, ഇത് എന്റെ ഒരു ഒപ്പീനിയൻ ആണ്. നിങ്ങൾ കണ്ടു നോക്കി നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതിലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.